ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മല്ലിയില, 1 കപ്പ് പുതിന ഇല, 2 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഫുഡ് കളർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ചിക്കൻ സ്റ്റോക്ക്, പിന്നെ കുറച്ച് വലിയ ജീരകം. നമ്മൾ ഈ മന്തി ഒരു കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ഈ എല്ലാ മസാലകളും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം അരച്ചു വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ മിക്സ്ചർ വെച്ച് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പട്ട, പൂ, ഏലക്ക, ചിക്കൻ സ്റ്റോക്ക് എന്നിവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണിത്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അരി ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മുകളിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഓയിലിൽ മുങ്ങിയിരിക്കണം. ഇതിന് മുകളിലാണ് നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇടുന്നത്. കുറച്ച് വെള്ളത്തോട് കൂടി ഊറ്റിയെടുത്താണ് റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. I should fuck her in the Benz.